ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്. എനിക്ക് കൂടുതൽ സന്തോഷമുള്ള ദിവസം കൂടിയാണ്. കാരണം ഒരു ഫുഡ് പോലും ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പൊതുവെ ഞാനെല്ലാം ഫുഡ് ഉണ്ടാക്കാറ് മേമ ഇല്ലാത്തപ്പോൾ മാത്രമേ ഞാൻ കിച്ചണിൽ കയറാറുള്ളൂ. സോ ഇന്ന് അതിനനുസരിച്ച് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ ഒന്നും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ചുറ്റും ഇന്ന് നിറയെ ഫുഡ് വരുന്നൊരു ദിവസം കൂടിയായിരുന്നു കേട്ടോ അത്. കഴിഞ്ഞതിപ്പോൾ ഒരു ചെറിയ പെരുന്നാളാണല്ലോ. ഈ ചെറിയ പെരുന്നാളിന് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ എനിക്ക്. ഇവിടെ ആ സമയത്ത് ചെറിയമ്മയുടെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഫോട്ടോസ് ഇടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ടേ എനിക്ക് എങ്ങോട്ടും ഉള്ളൂ എന്ന് തീരുമാനിച്ചിട്ടാണ് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ എണീച്ച് താഴോട്ട് പോകുമ്പോൾ കുറേ പിള്ളേര് കൂളിയൊക്കെ കഴിഞ്ഞ് ഒരു പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. സോ അതൊക്കെ കാണുമ്പോഴാണ് ആ ഒരു വൈബ് കിട്ടത്തില്ല. അപ്പം ഇന്നലെ നൈറ്റ് ഇട്ടൊരു മെഹന്തിയാണ് കേട്ടോ അത്. ഞാനിത് കാണിച്ചുതരാം. നന്നായിട്ടില്ലേ? അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങൾ ലാഗ് അടിപ്പിക്കുന്നില്ല. ഇപ്പോൾ മോർണിംഗ് ഒരു 10 മണി ആയിട്ടൊക്കെ ഞാൻ താഴെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ പലഹാരങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. വാ, താഴോട്ട് പോവാം. എന്നെക്കാളും മുൻപേ ജാൻവിക്കുട്ടി എണീച്ചിട്ട് നേഹക്കുട്ടിയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ തിരിച്ചു വരുമ്പോൾ പെരുന്നാൾ പൈസയൊക്കെ ആയിട്ടാണ് വന്നത്. കിട്ടിയ ക്യാഷ് എന്നെ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ ക്ഷമയില്ലാതെ ഞാൻ നേരെ കിച്ചണിലെത്തിയപ്പം ഇതൊക്കെയാണ് അവസ്ഥ. ഫസ്റ്റ് സെക്ഷനിൽ പഴം നിറച്ചതും ഉന്നക്കായും ഒക്കെ ആയിരുന്നു കേട്ടോ. അടുത്തത് ഓപ്പൺ ചെയ്തപ്പം അതിലിതേ പരിപ്പ് കേക്ക്, ചട്ടിപ്പത്തിരി, ഇറച്ചി കേക്ക് ഇതൊക്കെയായിരുന്നു കേട്ടോ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് പരിപ്പ് കേക്ക്. ആക്ച്വലി ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പരിപ്പ് കേക്ക് ട്രൈ ചെയ്തത്. അന്ന് മുതൽ ഇന്നേ വരെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞ് പോകുന്ന അത്രയും സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഇത്. നെക്സ്റ്റ് ഇതേ ഒരു സെറ്റ് സമൂസയുണ്ടേ. ഈ കേക്കിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ കഴിച്ചു നോക്കിയപ്പോഴും എനിക്ക് വലുതായിട്ട് എന്താ സംഭവം എന്ന് പിടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഇതേ കട്ട്ലേറ്റ് ഉണ്ട്. പിന്നെ ഇതേ പായസമാണേ. ഫസ്റ്റ് ഞാൻ വിചാരിച്ചിരുന്നത് പായസത്തിന് മേലെ നിറയെ എണ്ണ ആയിരിക്കുന്ന കേട്ടോ. ബട്ട് അതല്ല ഗൈസ്, അത് ക്യാരറ്റ് ആയിരുന്നു. ക്യാരറ്റ് പ്ലസ് സേമിയ പായസമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാത്തിന്നും ഓരോന്നും എടുത്ത് ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പെരുന്നാളിന് നാട്ടിലില്ലാത്ത എല്ലാ വിഷമവും ഞാൻ ഈ ഒരൊറ്റ കഴിപ്പിൽ തീർത്തിട്ടുണ്ടായിരുന്നേ. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ എനിക്ക് അത്രത്തോളം അങ്ങോട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം രാവിലെ തന്നെ എല്ലാ ഫുഡും ഞാൻ കുത്തിക്കയറ്റിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളായി ഡയറ്റൊക്കെ കറക്റ്റ് ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. ബട്ട് എന്താണെന്നറിയില്ല, കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ ഡയറ്റ് ഫ്ലോപ്പ് ആയിരിക്കും കേട്ടോ. അതിന് ഇതൊക്കെ തന്നെയാണ് കാരണം. അങ്ങനെ ഇതേ കുറച്ച് നേരത്തെ അംഗൻവാടിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മുബിത്താത്തി ഫാമിലി ഇതേ അവരുടെ തറവാട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്രാവശ്യത്തെ അവരുടെ പെരുന്നാളാഘോഷം തറവാട്ടിൽ വെച്ചാണ് കേട്ടോ. നേഹക്കുട്ടിയുടെ പെരുന്നാൾ ഡ്രസ്സാണ് കേട്ടോ ഇത്. വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ചേച്ചി ഒരു ഫോട്ടോ എടുത്തു തരുമെന്നാണ് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ജാൻവിക്കും നേഹയ്ക്കും ഇതേ ഞാൻ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. കൂടെ ഇവരുടെ ഒരു ഫാമിലി ഫോട്ടോയും എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് പായസം ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും കുടിച്ചു. ലഞ്ചിന് ഇതൊക്കെയായിരുന്നു കേട്ടോ അവസ്ഥ. ഫുഡ് കഴിക്കാൻ ചെറിയമ്മയും മേമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. മോർണിംഗ് കുറച്ചധികം കഴിച്ചതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ലഞ്ച് അങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതേ നമുക്ക് സെക്കൻഡ് ഡേ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. 2ാം പെരുന്നാളായിരുന്നു കേട്ടോ ഇന്ന് മുബിത്താത്തയുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ വരുന്നുണ്ട്. ഹിനയുടെ ജിംനാസ്റ്റിക്കിൻ്റെ കുറച്ച് ഫ്രണ്ട്സാണ് കേട്ടോ. ഹിന, മർജാൻ, ഇവരുടെ 4 മക്കളിൽ 3 പേരും ജിംനാസ്റ്റിക് ട്രൈ ചെയ്യുന്നവരാണ്. അതിൽ നേഹിയും മർജാനും മൂത്ത 2 മക്കളും നാഷണൽ ലെവൽ പ്ലെയേഴ്സാണ് കേട്ടോ. അടുത്ത പ്ലെയേഴ്സ് നേഹക്കുട്ടിയും ജാൻവിയുമാണ്. അങ്ങനെ ഇതേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കോഴിക്കോടൻ ദം ബിരിയാണി ആയിരുന്നു. അപ്പോൾ ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് സാലിക്കാക്ക് ഇതേ ബിരിയാണി അടുത്തൊരു പാത്രത്തിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇതേ ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് വിചാരിച്ച ഐസ്ക്രീം ആണെന്നാണ്. സോ അതല്ല, സാലഡായിരുന്നു അത്. അങ്ങനെ അതും കഴിച്ചു. ഗൈസ്, നിങ്ങളൊന്നും വിചാരിക്കരുത് ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഷുഗർ കട്ടെന്ന് പറഞ്ഞ് നടന്നൊരാളായിരുന്നു. കറക്റ്റായിട്ട് ഡയറ്റ് എടുത്ത ആളും കൂടിയായിരുന്നു കേട്ടോ ഞാൻ. ബട്ട് ഇതൊക്കെയാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. എന്താണെന്നറിയില്ല, ഫുഡ് എനിക്ക് കോഴിക്കോട് വന്നതിന് ശേഷം കൺട്രോൾ ചെയ്യാനേ പറ്റണില്ല. ബട്ട് വൈകാതെ തന്നെ ഞാൻ എൻ്റെ ഡയറ്റിലോട്ട് തിരിച്ചു വരുന്നതായിരിക്കും. ഫ്രൂട്ട്സിനോട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. കാരണം സാലിക പറഞ്ഞു കേട്ടോ. ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് അവളായതിനെ കൊണ്ട് അങ്ങനെ പറയുന്നത്. പതുക്കെ കേറ്. സോ ഗൈസ്, ഇതൊക്കെ ഹീനേൻ്റെ ഫ്രണ്ട്സാണ്. എല്ലാവരും ജിംനാസ്റ്റിക്കാ. അപ്പോൾ ഇവർ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ കാണിച്ചു കേട്ടോ.
എന്താ നീലത് ഞാൻ പറയും. ഫുഡ് കഴിക്കാൻ നേരമായപ്പോഴേ ഓരോ ഐറ്റംസും നമ്മൾ ടേബിളിൻ്റെ മേലെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് മുബിതാത്ത എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ലിവർ ഫ്രൈ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഈ വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ ഇന്നത്തെ ഫുഡിൻ്റെ ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ. ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ മെയിനായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതിന് കൂടെ ബീഫ് ഫ്രൈ, മട്ടൺ ഫ്രൈ, ചിക്കൻ പൊരിച്ചത്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസും ഉണ്ടായിരുന്നേ. കൂടെ മുബിതാത്ത പുഡിങ്സും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കപ്പ ക്യാരറ്റ് പുഡിംഗ് ആയിരുന്നേ. ഈവനിങ് കഴിക്കാനായിട്ട് ചട്ടിപ്പത്തിരിയും ചിക്കൻ സമൂസയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതേ എല്ലാവരും കഴിക്കാനിരുന്നിട്ടുണ്ട്. ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറയുന്ന പോലെ ഇതിനിടയ്ക്ക് മുബിതാത്ത വന്ന് പപ്പടം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആളൊരു പപ്പടപ്രേമിയാണ്. സോ ബിരിയാണിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഇനി എന്തിൻ്റെ കൂടെ ആയിക്കോട്ടെ പപ്പടം ആൾക്ക് മസ്റ്റാണ് കേട്ടോ. ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം നടത്തുന്ന അടുത്ത കളയാണ് കേട്ടോ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതേ അടുത്ത ട്രിപ്പിൽ ഞങ്ങളുടെ അംഗം വെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ബിരിയാണിയുടെ കാര്യം പറയുകയാണെങ്കിൽ കോഴിക്കോട് കല്യാണ വീടുകളിൽ കിട്ടുന്ന ഒരു ബിരിയാണി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കല്യാണ വീടുകളിലെ ബിരിയാണിക്ക് ഒരു പ്രത്യേക തരം ടേസ്റ്റ് ആണല്ലോ. ഓരോന്ന് കഴിക്കുമ്പോഴും ഇത് നാട്ടിലില്ലാത്ത ഏട്ടനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. പാവം ഈ പാബുക്ക് എവിടെ കൊണ്ടുപോയി തീർക്കുന്നു എനിക്കറിയില്ല. ഇനി കുറച്ച് മധുരമാവാം. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പുഡിംഗ് ആണേ. പുഡിങ്ങിനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ, അടാർ ഐറ്റം തന്നെയായിരുന്നു കേട്ടോ ഇത്. കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ ഇതേ വൈകിട്ടത്തെ ചായക്ക് മുബിതാത്ത ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. ചട്ടിപ്പത്തിരി മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമൂസ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പുറത്തു പോയി കഴിക്കുന്ന ക്രിസ്പി ആയിട്ടുള്ള കുറച്ച് വലിയ സമൂസയെക്കാളും എത്രയോ ടേസ്റ്റാണ് കേട്ടോ ഈ കുഞ്ഞു സോഫ്റ്റ് ആയിട്ടുള്ള സമൂസയ്ക്ക്. എൻ്റെ ഏട്ടൻ്റെ ഫേവറേറ്റ് ആണ് ഈ കുഞ്ഞു കുഞ്ഞു സമൂസ. അങ്ങനെ ഇതേ വൈകിട്ടായപ്പം എല്ലാവരും ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവർക്ക് ചട്ടിപ്പത്തിരിയോ സമൂസയോ ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്ന വയറെല്ലാവരുടെയും ഫുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ മുബിതാത്ത ഇവർക്ക് പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം എല്ലാവരും ഇറങ്ങി, ഇനി ഞങ്ങളും ഇറങ്ങുകയാണ്. അപ്പം ഈ പ്രാവശ്യത്തെ പെരുന്നാളാഘോഷം എന്തായാലും ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പെരുന്നാൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.